Welcome all. Today we are going to discuss about our second unit in 6th block, preparation of consignment accounts. This is our last chapter. Let's start with accounting treatments in consignment. In the preceding unit, we covered the essential terminology associated with consignment transactions. Consignment transactionsമായി റിലേറ്റ് ചെയ്തു വരുന്ന ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ട്സ് അതിന് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങൾ ടെർമിനോളജി എല്ലാം മുന്നേ ഉള്ള ചാപ്റ്റർ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ആൻഡ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനീസ് എക്സ്പ്ലെയിൻ ദിസ് യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിലെ ഒരു കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷനുമായി ഇടപെട്ട് വരുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് വരുന്ന കൺസൈനറുടെയും കൺസൈനിയുടെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ട്രാൻസാക്ഷൻസ് നോക്കാം. ദ അക്കൗണ്ടിങ് എൻട്രീസ് ടു ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ആസ് ഫോളോസ്. അതായത് കൺസൈനർ ബുക്സിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ അക്കൗണ്ടിങ് എൻട്രീസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എൻട്രി ഫോർ സെൻഡിങ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതിന് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. അതായത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ബേസിസിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് കേസ്, എൻട്രി ഫോർ കൺസൈനേഴ്സ് എക്സ്പെൻസസ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. എക്സ്പെൻസ് ഓഫ് ദി കൺസൈൻമെൻറ്റ് ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ്, ഫോർ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനി നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ വഹിക്കേണ്ടി വരുന്ന എക്സ്പെൻസ് വരുന്ന ജേണൽ എൻട്രിയാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട്. അതായത് എക്സ്പെൻസ് ഫോർ കൺസൈൻമെൻറ്റ് ബൈ കൺസൈനി മുഖാന്തരം കൺസൈൻമെൻറ്റ് ഉണ്ടാകുന്ന എക്സ്പെൻസുകളാണ്. എൻട്രി ഫോർ അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കൺസൈനിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട്. അത് റിസീവ്സ് ഓഫ് അഡ്വാൻസ് ആണ് പറയുന്നത്. നെക്സ്റ്റ്, ഓൺ കൺസൈനി ആക്സെപ്റ്റിംഗ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബില്ല് റിസീവ് ചെയ്യുന്ന ടൈമിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട്. ആക്സെപ്റ്റൻസ് ഓഫ് ബിൽ ബൈ ദി കൺസൈനി. നെക്സ്റ്റ് എൻട്രി വരുന്നത് എൻട്രി ഫോർ സെയിൽസ് ആണ്. സെയിൽസ് എൻട്രി ആണ് കൺസൈനീസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. സെയിൽ ഓഫ് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ടൈമിൽ വരുന്ന എൻട്രിയാണ്. നെക്സ്റ്റ് വരുന്നതാണ് എൻട്രി ഫോർ കമ്മീഷൻ. അവിടെ വരുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു കൺസൈനീസ് അക്കൗണ്ട്. അത് കമ്മീഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഫൈനൽ എൻട്രിയാണ് എൻട്രി ഫോർ ദ ഫൈനൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണിത്. ഇത്രയും എൻട്രീസ് ആണ് ഒരു കൺസൈനറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് നോക്കാം. വെൻ എ കൺസൈനി റിസീവ്സ് ഗുഡ്സ് ഫ്രം ദ കൺസൈനർ, നോ എൻട്രി ഈസ് പാസ്ഡ് ഇൻ ദിസ് ബുക്സ് ആൻഡ് ഡസ് നോട്ട് റെക്കോർഡ് ദ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ കൺസൈനർ ഫോർ ഡിസ്പാച്ച് ഓഫ് ഗുഡ്സ്. അതായത് കൺസൈനി ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ടൈമിൽ ഒരു പ്രത്യേക ജേണൽ എൻട്രി അവിടെ പാസ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ആൻഡ് ഡസ് നോട്ട് റെക്കോർഡ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനർ മുഖാന്തരം എന്തെങ്കിലും എക്സ്പെൻസ് വരുന്നതായിട്ടോ റെക്കോർഡ് ചെയ്യുന്നില്ല. ദ അക്കൗണ്ടിങ് എൻട്രീസ് ടു ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ആസ് ഫോളോസ്. കൺസൈനർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ പ്രധാന ജേണൽ എൻട്രീസ് ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ് കേസ്, ഓൺ ഡിസ്പാച്ച് ഓഫ് ഗുഡ്സ് ബൈ ദ കൺസൈനർ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ടൈമിൽ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ നോ ജേണൽ എൻട്രി ആണ്. സെക്കൻഡ് കേസിലും ഓൺ പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ് ബൈ ദ കൺസൈനർ വിൽ ബി നോ ജേണൽ എൻട്രി. അവിടെയും ജേണൽ എൻട്രി വരുന്നില്ല. തേർഡ് കേസ്, ഓൺ ദ കൺസൈനി ആക്സെപ്റ്റിംഗ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബില്ല് ആക്സെപ്റ്റ് ചെയ്യുന്ന ടൈമിൽ വരുന്ന ഒരു ജേണൽ എൻട്രിയാണ് കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട് ആഫ്റ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ദാറ്റ് മീൻസ് ആക്സെപ്റ്റൻസ് ഓഫ് ബിൽ ബൈ കൺസൈനി. സെക്കൻഡ് ജേണൽ എൻട്രിയാണ് ഓൺ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ കൺസൈനി ഓൺ ദ കൺസൈൻമെൻറ്റ്. കൺസൈനി മുഖാന്തരം എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ കൺസൈനേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്നാണ് വരുന്നത്. നരേഷൻ എക്സ്പെൻസ് ഓൺ കൺസൈൻമെൻ്റ് ആണ്. നെക്സ്റ്റ് ജേണൽ എൻട്രിയാണ് ഓൺ സെയിൽസ് ബീയിങ് എഫക്റ്റഡ്. സെയിൽ സംഭവിച്ചാൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അപ് ടു കൺസൈനേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആണ് ജേണൽ എൻട്രി വരുന്നത്. ഓൺ കമ്മീഷൻ ബീയിങ് ഏൺഡ്, കമ്മീഷൻ റിസീവ് ചെയ്താൽ കൺസൈനേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് അപ് ടു കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ റിസീവ്ഡ് ബൈ ദ കൺസൈനി കമ്മീഷൻ റിസീവ് ചെയ്തായി കാണിക്കും. നെക്സ്റ്റ് ജേണൽ എൻട്രിയാണ് ഓൺ മേക്കിംഗ് പേയ്മെൻറ്റ് ടു ദ കൺസൈനർക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് മേഡ് ചെയ്യുമ്പോൾ കൺസൈനേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് വരിക. സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കൺസൈനർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്ന ടൈമിൽ ആണ് ജേണൽ എൻട്രീസ് വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. കൃഷ്ണ സെൻറ്റ് ഓൺ 1st April 2019 ടു റാം ഗുഡ്സ് കോസ്റ്റിംഗ് 60,000 ആൻഡ് സ്പെൻഡ് 4,400 for packing etc. On 3rd April, Ram spent 500 on freight and cartage
₹100 on go down rent and 1000 on insurance. കൃഷ്ണ 1st April 2019 രാം എന്ന കൺസൈനിക്ക് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. 6000 വാല്യൂ വരുന്നത്. ₹400 അതിന് പാക്കിങ്ങിനായിട്ടും വന്നിട്ടുണ്ട്. April 3 രാം 500 ഫ്ലൈറ്റ് ആൻഡ് കാർട്ടേജ് ഡ്യൂട്ടി പെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് കൺസൈനി 600 ഗോ ഡൗൺ റെൻ്റ് ആയിട്ടും 1000 ഇൻഷുറൻസ് ആയിട്ടും കൺസൈനിയുടെ സൈഡിൽ നിന്ന് അതായത് രാമും പെയ്ഡ് ചെയ്തിട്ടുണ്ട്. On 31st December 2019 he sends his accounts sales along with the amount due to ram. December 31st 2019 അദ്ദേഹം അക്കൗണ്ട് സെയിൽസ് അതായത് കൺസൈനർ കൃഷ്ണ അക്കൗണ്ട് സെയിൽസ് രാമിന് നൽകേണ്ട എമൗണ്ട് ഡ്യൂ ആയിട്ടുള്ളത് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷോയിങ് ദാറ്റ് ദ എൻറ്റയർ ഗുഡ്സ് ആർ സോൾഡ് ഫോർ ₹78,000. അതായത് കൃഷ്ണയ്ക്ക് സെൻഡ് ചെയ്ത അക്കൗണ്ട് സെയിൽസ് ഇപ്പോൾ കാണിക്കുന്നത് 60,000 കോസ്റ്റ് വരുന്ന ഗുഡ്സ് 78,000 സോൾഡ് ചെയ്തു എന്നായിട്ടാണ്. ദ ടേംസ് ഓഫ് ദ കൺസൈൻമെൻറ്റ് എൻറ്റൈറ്റിൽ റാം ടു എ കമ്മീഷൻ ഓഫ് 5%. കൺസൈൻമെൻറ്റ് കമ്മീഷൻ റാമിന് ഫിക്സ് ചെയ്തിരിക്കുന്നത് 5% ആണ്. ഷോ ദ നെസസറി ജാലൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ഓൾസോ പ്രിപ്പയർ ലെജർ അക്കൗണ്ട്സ്. നമ്മളോട് കൺസൈനറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ജാലൻട്രീസും ലെജർ അക്കൗണ്ട്സുമാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് പ്രിപ്പയർ. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് കൃഷ്ണയുടെ അതായത് കൺസൈനർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ജേണൽ എൻട്രികൾ വരുന്നത് ഏതൊക്കെ നോക്കാം. ഗുഡ്സ് സെൻറ്റ് ഓൺ ദ കൺസൈൻമെൻറ്റ് ബേസിസിൽ ഗുഡ്സ് കൺസൈനർക്ക് അയക്കുമ്പോൾ അക്കൗണ്ടിൽ ഡേറ്റ് വരുന്നത് 2019 April 1 ആണ്. നമ്മൾ എൻട്രി വരുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്പ് ടു ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 60,000 വാല്യൂ വരുന്ന ഗുഡ്സാണ് സെൻഡ് ചെയ്തേക്കുന്നത് പറഞ്ഞു. ക്ലോസ് ചെയ്യാം. സെക്കൻഡ് എൻട്രി വരുന്നത് എക്സ്പെൻസസ് ആണ് റിലേറ്റഡ് ടു കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളാണ്. കൺസൈൻമെൻറ്റ് ടു റാം അക്കൗണ്ട് അപ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടാണ് വരിക. 400 ആണ് ഇതുമായി റിലേറ്റീവ് വരുന്ന എക്സ്പെൻസ് കൺസൈനർക്ക്. നെക്സ്റ്റ് എൻട്രി വരുന്നത് എക്സ്പെൻസ് ഇൻവേർഡ് ബൈ റാം അതായത് കൺസൈനി വഹിക്കുന്ന എക്സ്പെൻസുകളാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു റാം അക്കൗണ്ട് ടോട്ടൽ എക്സ്പെൻസ് ആണ് ഇതിലേക്ക് 2100. അതായത് ₹500 ഫ്ലൈറ്റ് ഡ്യൂട്ടീസ് പെയ്ഡ് ചെയ്തിട്ടുണ്ട്. 600 ഗോ ഡൗൺ റെൻ്റ് ആയിട്ടും 1000 ഇൻഷുറൻസ് ആയിട്ടും അങ്ങനെ ടോട്ടൽ 2100 ആണ് കൺസൈനി ഫേസ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇൻക്വയറി ചെയ്യുന്ന എക്സ്പെൻസുകൾ. നെക്സ്റ്റ് എൻട്രിയാണ് റാം അക്കൗണ്ട് അപ്പ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. 78,000 സെയിൽ ചെയ്തിരിക്കുന്നത്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്പ് ടു 5% ഓൺ 78,000 ആണ്. ഡെപ്റ്റഡ് ടു റാം അക്കൗണ്ട് 3,900. അതായത് കൺസൈൻമെൻറ്റ് കോൺട്രാക്ട് പ്രകാരം ഒരു കൺസൈനിക്ക് സെല്ലിംഗ് പ്രൈസിൻ്റെ 5% ആണ് കമ്മീഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ കമ്മീഷൻ പെയ്ഡ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വരുന്നത് സാലറി. നെക്സ്റ്റ് വരുന്ന കമ്മീഷൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. അത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്പ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് ജാലൻട്രി വരിക. 11,600 ആണ് പ്രോഫിറ്റ് വരുന്നത്. കാരണം ₹60,000 വാല്യൂ വരുന്ന ഗുഡ്സാണ് കൺസൈൻമെൻറ്റ് പ്രകാരം ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അത് 78,000 സെയിൽ ചെയ്തത്. ദെൻ ഇവിടെ 18,000 പ്രോഫിറ്റ് വരേണ്ടതാണ്. പക്ഷേ കമ്മീഷനും എക്സ്ട്രാ ചാർജസ് എക്സ്പെൻസുകളൊക്കെ ലെസ് ചെയ്യുമ്പോൾ അതായത് 18,000 നിന്ന് മൈനസ് 2,100 ആയിട്ടുള്ള എക്സ്പെൻസ് ഇൻകേർഡ് ബൈ രാമും 400 കൺസൈനർ സൈഡിൽ നിന്ന് വരുന്ന എക്സ്പെൻസും കമ്മീഷനായിട്ടുള്ള 3,900 പെയ്ഡ് ചെയ്തതിന് ശേഷം ബാലൻസ് എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ദെൻ ഇത്രയൊക്കെ മൈനസ് ചെയ്ത് വരുമ്പോൾ ബാലൻസ് ആയിട്ട് പ്രോഫിറ്റ് വരുന്നത് 11,600 ആണ്. അത് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ. അത് ലാസ്റ്റ് എൻട്രി വരും. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്പ് ടു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് 60,000 ട്രാൻസ്ഫർ ചെയ്യും. അത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് പ്രകാരം ട്രാൻസ്ഫർ ഗുഡ്സ് ടാലി ചെയ്ത് പോവുകയും ചെയ്യും. ഇത്രയും എൻട്രീസാണ് ദ ബുക്സ് ഓഫ് കൃഷ്ണ അതായത് കൺസൈനർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്പ് ടു റാം അക്കൗണ്ട് വന്നിട്ട് ഈ ജാലൻട്രി നോക്കി നമ്മൾ ഈ റാമിൻ്റെ അക്കൗണ്ടിൽ വരുന്ന എൻട്രീസ് വരുന്നത് ഡെബിറ്റ് സൈഡിൽ ടു ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 60,000, ടു ബാങ്ക് അക്കൗണ്ട് 400, ടു റാം അക്കൗണ്ട് എക്സ്പെൻസ് 2,100, ടു റാം അക്കൗണ്ട് കമ്മീഷൻ വന്നിട്ടുണ്ട് 3,900. നെക്സ്റ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് 11,600 ആണ്. ബൈ റാം അക്കൗണ്ട് സെയിൽസ് പ്രൊസീഡ്സിലേക്ക് 78,000 വരും. ഇത്രയാണ് ഈ ഒരു അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് വരുന്നത്. ഇത് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ടാണ്. ഗുഡ്സ് സെൻഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന എൻട്രീസ് ആണ് ഇത് വരിക. ഡെബിറ്റ് സൈഡിൽ ടു ട്രേഡിംഗ് അക്കൗണ്ട് 60,000, ക്രെഡിറ്റ് സൈഡിൽ ബൈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 60,000 പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യും. പിന്നെ റാമിൻ്റെ അക്കൗണ്ടിൽ നോക്കാം. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ
ഡെബിറ്റ് സൈഡിൽ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സെയിൽസ് പ്രൊസീഡിൽ 78,000 ക്രെഡിറ്റ് സൈഡിൽ ബൈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 2,100 ബൈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് കമ്മീഷൻ കൊടുത്തതും 3,900 ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ബാലൻസ് വരുന്നത് 72,000 ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യും. അത് നെക്സ്റ്റ് ഡ്രോ ഡൗൺ ചെയ്യും രാം അക്കൗണ്ടിലേക്ക്. ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. On 1st April 2021, Shyam and Company consigned goods costing 235,000 to their agent Mohan, on which Shyam and Company. അതായത് ശ്യാം ആൻഡ് കമ്പനി 1st April 2021 25,000 വാല്യൂ വരുന്ന കോസ്റ്റ് വരുന്ന ഗുഡ്സ് കൺസൈൻമെൻറ്റ് പ്രകാരം ഒരു കൺസൈനിയായി ഒരു ഏജൻറ്റിനെ മോഹനെ ഫിക്സ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യുണ്ടായി. പേ ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ചാർജസ് 1,500, drawing on a bill of exchange at 90 days for 20,000. അതായത് ഫ്രൈറ്റ് ഡ്യൂട്ടി ഇൻഷുറൻസ് ചാർജസുമായി റിലേറ്റ് ചെയ്തിട്ട് 1,500 രൂപ പേ ചെയ്തിട്ടുണ്ട്. കൂടാതെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് 90 ഡേയ്സിലേക്ക് 20,000 ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദി ഡിസ്കൗണ്ട് ദ ബിൽ അറ്റ് മെർക്കൻറ്റൈൽ ബാങ്ക് ബീങ് ചാർജ് 2,000 dirham. അത് 2,200 രൂപ ചാർജ് ചെയ്തുകൊണ്ട് ബിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. And 1st December 31, they received from their agent on account sale informing that the entire consignment has been sold for 85,000, that expense amounting 700 have been incurred and showing as a deduction the agreed commission of 2% on the amount released. അതായത് ഡിസംബർ 31 അക്കൗണ്ട് സെയിൽസ് പ്രകാരം 85,000 ഗുഡ്സ് സെയിൽ ചെയ്തതായിട്ടും 700 രൂപ അതുമായി റിലേറ്റ് ചെയ്തിട്ട് എക്സ്പെൻസ് വരുന്നതായിട്ടും കൂടാതെ കമ്മീഷൻ 2% ചാർജസ് ആയിട്ടും കാണിക്കുന്നുണ്ട്. ഡ്രാഫ്റ്റ് ഓൺ ദ ബാങ്ക് വാസ് എൻക്ലോസർ ഫോർ ദ ബാലൻസ് ഡ്യൂ. ഇവിടെ ബാലൻസ് ഡ്യൂ ആയത് എൻക്ലോസ് ചെയ്യാൻ ബാങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കീ ജേർണലീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ജേർണലീസ് പ്രിപ്പയർ ചെയ്യാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇൻ ദ ബുക്സ് ഓഫ് മോഹൻ്റെ അതായത് ഏജൻറ്റിൻ്റെ കൺസൈനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ജേർണലീസ് ആണ് ഇവിടെ നോക്കുന്നത്. 1st April 2021 ബില്ല് 90 ഡേയ്സിന് റിസീവ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്യാം ആൻഡ് കമ്പനി അക്കൗണ്ട് അപ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് അപ് ടു 20,000 വരും. നെക്സ്റ്റ് കൺസൈനർക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട് ജേർണൽ എൻട്രിയാണ്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അപ് ടു ശ്യാം ആൻഡ് കമ്പനി അക്കൗണ്ട് 85,000 വിറ്റതെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ശ്യാം ആൻഡ് കമ്പനി അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എക്സ്പെൻസ് ഇൻകോർഡ് ബിഹാഫ് ഓഫ് ശ്യാം ആൻഡ് കമ്പനി. എക്സ്പെൻസ് കൺസൈനി ഇൻകർ ചെയ്തത് 700 ആണെന്നും പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ട്. അത് എഴുതുക. നെക്സ്റ്റ് എൻട്രിയാണ് ശ്യാം ആൻഡ് കമ്പനി അക്കൗണ്ട് അപ് ടു കമ്മീഷൻ സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ 2% ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ദെൻ 85,000 ഇൻറ്റു 2/100 ചെയ്യുമ്പോൾ 1,700 കമ്മീഷൻ ഡ്യൂ ഓൺ സെയിൽസ് റിസീവ് ചെയ്തതായിട്ട് കാണിക്കും. ഇത്രയും ചലൻട്രീസാണ് വരുന്നുള്ളൂ. നെക്സ്റ്റ് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് പ്രൈസ്. അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനാണ്. കോസ്റ്റ് പ്രൈസിലെ വാല്യുവേഷൻ നമുക്ക് നോക്കാം. It may not be possible that the total of consigned goods is sold out by the കൺസൈനിക്ക് അഗ്രിമെൻറ്റ് പ്രകാരം അങ്ങനെ ടൈം പീരീഡിനുള്ളിൽ കൺസൈൻമെൻറ്റ് പ്രകാരമുള്ള ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് സോൾഡ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻസ് വരാം. അതായത് മുഴുവനായി സെയിൽ നടക്കാത്ത സിറ്റുവേഷൻസ്. The unsold stock in the hands of a consignee in an accounting period is brought into accounts of the consignor. അതായത് ഈ ഒരു അൺസോൾഡ് സ്റ്റോക്കിൻ്റെ കൺസൈനിയുടെ ഭാഗത്തുള്ള അൺസോൾഡ് സ്റ്റോക്കിൻ്റെ ഈ അക്കൗണ്ടിങ് പീരീഡിൽ അക്കൗണ്ട് ഓഫ് കൺസൈനറുടെ അക്കൗണ്ട്സിൽ അത് കാണിക്കേണ്ടതുണ്ട്. ദ അൺസോൾഡ് സ്റ്റോക്ക് ഇൻ ദ ഹാൻഡ്സ് ഓഫ് കൺസൈനി ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഇത്തരത്തിലുള്ള വിറ്റുതീരാത്ത സ്റ്റോക്കുകൾ കൺസൈനിയുടെ കയ്യിലുള്ളത് കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസോ ഏതാണ് കുറവ് അതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്. The cost includes proportionate non-recurring expense incurred by consignor as well as the consignee to bring the goods to the godown. ഇതിൽ ഈ ഒരു കോസ്റ്റ് പ്രൈസിൽ നമ്മൾ നോട്ട് റെക്കറിങ് എക്സ്പെൻസ് ആയിട്ടുള്ള കൺസൈനർ ബുക്കിൽ സംഭവിച്ചിട്ടുള്ള കൺസൈനിലേക്ക് ബ്രിങ് ചെയ്യുമ്പോൾ ഗോഡൗണിൽ നിന്ന് ഗുഡ്സ് കൊണ്ടുവരുമ്പോൾ വരുന്ന എക്സ്പെൻസുകളും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. ദ ഫ്രൈറ്റ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻഷുറൻസ്, ട്രാൻസിറ്റ് എക്സ്പെൻസുകൾ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് ആർ ഓൾസോ ആഡഡ് ടു ദി വാല്യൂ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഫ്രൈറ്റ്, കസ്റ്റം ഡ്യൂട്ടി, ഇൻഷുറൻസ് പോലുള്ള എക്സ്പെൻസുകളും ഈ ഗുഡ്സ് വാല്യുവേഷനിൽ ആഡ് ചെയ്യുന്നതാണ്. The expense of recurring nature incurred after the goods reach the godown of the consignee, such as godown rent, insurance of godown, advertisement, salaries of salesmen, etc. should be ignored. എന്നാൽ ഈ ഒരു കൺസൈനിയുടെ ഗോഡൗണിലേക്ക് എത്തിക്കുന്നവരെ വരുന്ന എക്സ്പെൻസുകളായിട്ടുള്ള ഗോഡൗൺ റെൻറ്റുകൾ, ഇൻഷുറൻസ് ഗോഡൗണുകൾ,
കൂടാതെ അഡ്വർടൈസ്മെൻറ്റ്, സാലറീസ് ഓഫ് സെയിൽസ്മാൻ തുടങ്ങിയ എക്സ്പെൻസുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്, ഇഗ്നോർ ചെയ്യും, അവഗണിക്കുന്ന എക്സ്പെൻസുകളാണ് ഇത്തരത്തിലുള്ളവ. കോസ്റ്റ് പ്രൈസ് ഓഫ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് പ്രപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസുകൾ എന്നാണ് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് കാൽക്കുലേഷനിലെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദ ജേർണൽ എൻട്രി ടു ബി റെക്കോർഡ് ദ വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് അറ്റ് ഫസ്റ്റ് വൺ ദ ഗുഡ്സ് ബുക്സ് ഓഫ് കൺസൈനർ ഈസ് ആസ് ഫോളോസ്. താഴെ പറഞ്ഞ ജേർണൽ എൻട്രിയാണ് ഇത്തരത്തിൽ അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ കാണിക്കുന്നവരുടെ ജേർണൽ എൻട്രി ആയിട്ട് വരുന്നത്. കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നാണ് ജേർണൽ എൻട്രി വരിക, അതായത് വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് റെക്കോർഡ്. Next, no entry is to be recorded in the books of consignee since the consignor is the owner of the goods and not the consignee. അതായത് കൺസൈനർ പ്രകാരം സെയിൽ ചെയ്ത് കഴിയുന്നത് വരെ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് കൺസൈനറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കൺസൈനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് യാതൊരു എൻട്രിയും കാണിക്കുന്നില്ല. കാരണം കൺസൈനർ തന്നെയാണ് ഇവിടെ ഗുഡ്സിൻ്റെ റിയൽ ഓണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കൺസൈൻമെൻറ്റ് ലോസസ്. വെൻ കൺസൈനർ ഡിസ്പാച്ചസ് ഗുഡ്സ് ടു ദി കൺസൈനി ഹി മേ incur two types of losses, normal losses and abnormal losses. കൺസൈനർ ഗുഡ്സ് കൺസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം 2 ടൈപ്പ് എക്സ്പെൻസുകളാണ് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഒന്ന് നോർമൽ ലോസും, 2 അബ്നോർമൽ ലോസും. ദ കൺസെപ്റ്റ് ഓഫ് നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ് വർ ഡിസ്കസ് ഇൻ ദ പ്രീവിയസ് യൂണിറ്റ്. നമ്മൾ നോർമൽ ലോസും അബ്നോർമൽ ലോസും എന്താണെന്ന് പ്രീവിയസ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ നോർമൽ ആൻഡ് അബ്നോർമൽ ലോസസ് എക്സ്പ്ലെയിൻ ബിലോ. ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന നോർമൽ ആൻഡ് അബ്നോർമൽ ലോസസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നോർമൽ ലോസസുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് നോക്കാം. നോർമൽ ലോസസ് ഈസ് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നോർമൽ ലോസും ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വാല്യൂ ഇസ് ബോൺ ബൈ ഗുഡ്സ് യൂണിറ്റ്. ഗുഡ്സ് യൂണിറ്റിൽ നിന്നാണ് ഇതിൻ്റെ വാല്യൂ പുനർജനിക്കുന്നത്, അങ്ങനെ ബോൺ ചെയ്യുന്നതെന്ന് പറയാം. No entry is required for the treatment of normal loss, but the value of remaining stock is inflated by the cost of units lost. ഒരു നോർമൽ ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് എൻട്രി ആവശ്യമില്ല. പക്ഷേ ശേഷിക്കുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ ഇത്തരത്തിൽ നഷ്ടപ്പെട്ട യൂണിറ്റുകളുടെ അല്ല കോസ്റ്റ് ഓഫ് യൂണിറ്റ്സ് ലോസിൻ്റെ വിലയാൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. Then cost of unsold stock is equal to total cost of goods and plus total non-recurring expenses divided by total units of goods and minus normal loss units into closed stock in units എന്ന ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം നോക്കാം. ഗുഡ്സ് കൺസൈൻ 1000 kg at the rate 20 per kg. Freight and carriage paid by the consignor 5000. ഗുഡ്സ് 1000 kg ആണ്. 1 kgക്ക് 20 rupees വെച്ചിട്ടാണ് ഈടാക്കുന്നത്. അതിന് ഫ്രൈറ്റ് ക്യാരേജ് കൺസൈനർ പെയ്ഡ് ചെയ്തിരിക്കുന്നത് 5000 ആണ്. കൺസൈനി സോൾഡ് 650 kg അറ്റ് 40 per kg ആൻഡ് ഇൻകേർഡ് 2000 ആസ് ലോഡിംഗ് എക്സ്പെൻസ്. കൺസൈനി 650 രൂപയാണ് 1 kgക്ക് 40 രൂപ വെച്ചിട്ട് സോൾഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. 2000 അൺലോഡിംഗ് എക്സ്പെൻസും ഗോഡൗൺ റെൻറ്റ് 4000ഉം 1500 സെല്ലിംഗ് എക്സ്പെൻസുമായിട്ട് അഡീഷണൽ ആയിട്ട് എക്സ്പെൻസ് കൺസൈനിക്ക് ഇൻകേർഡ് ആയിട്ടുണ്ട്. നോർമൽ ലോസ് ഡ്യൂ ടു ലീക്കേജ് ഈസ് 100 kg. അപ്പോൾ നോർമൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്, ലീക്കേജ് മുഖാന്തരം 100 kg ലോസ് വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. നമ്മളോട് അൺസോൾഡ് സ്റ്റോക്കിൻ്റെ സെയിൽ ചെയ്യാത്ത പോർഷൻ്റെ ഗുഡ്സിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് സോൾവ് ഇറ്റ്. ആൻഡ് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 1000 kg അറ്റ് റേറ്റ് 20 per kg ഈസ് ഈക്വൽ ടു 20,000 ആണ്. അതിനോട് കൂടെ നോൺ റെക്കറിംഗ് എക്സ്പെൻസുകളായിട്ടുള്ള ഫ്ലൈറ്റ് ആൻഡ് ക്യാരേജ്, അൺലോഡിംഗ് എക്സ്പെൻസ് 2000 ആഡ് ചെയ്യുക. ദെൻ ടോട്ടൽ 7000 20,000 മൈനസ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് അല്ലെങ്കിൽ വാല്യുവേഷൻ വരുന്നത് 27,000 ആണ് അൺസോൾഡിൻ്റെ പോർഷൻ വരുന്നത്. നെക്സ്റ്റ് ആക്ച്വൽ ക്വാണ്ടിറ്റി അവൈലബിൾ ഫോർ സെയിൽ 1000 മൈനസ് 100 നോർമൽ ലോസ് സംഭവിച്ചത് ലെസ് ചെയ്തത് 900 ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി സെയിലിനായിട്ട് ഇനി വരുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലോസ് സ്റ്റോക്ക് ഇൻ യൂണിറ്റ് 1000 നിന്ന് 650 മൈനസ് ചെയ്യണം. 100 മൈനസ് ചെയ്ത് വരുമ്പോൾ 250 ആണ് വരുന്നത്. ആൻഡ് കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് പ്ലസ് ടോട്ടൽ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്സ് ഇൻറ്റു ക്ലോസ് സ്റ്റോക്ക് ഇൻ യൂണിറ്റ്സ് ആണ് ഇക്വേഷൻ വരുന്നത്. ദെൻ സോൾവ് ചെയ്യുമ്പോൾ ഫിഗേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 20,000 പ്ലസ് 7,000 ഡിവൈഡഡ് ബൈ 1000 മൈനസ് 100 ഇൻറ്റു 250 സോൾവ് ചെയ്യുമ്പോൾ 7,500 ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് അബ്നോർമൽ ലോസസ് ആണ്. അബ്നോർമൽ ലോസ് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദി കോസ്റ്റ്. ഇത് ടോട്ടൽ ഗുഡ്സിൻ്റെ കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒന്നല്ല. ദിസ് ലോസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ഈ ലോസുകളെ 2 ടൈപ്പായി ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ ലോസ് ഇൻ ട്രാൻസിറ്റ്. ദിസ് ഇസ് എ ലോസ്
occurred before it reaches the consignee's place. ഇത്തരം ലോസുകൾ സംഭവിക്കുന്നത് കൺസൈനീസിൻ്റെ പ്ലേസിൽ അല്ലെങ്കിൽ ഗോഡൗണിലെത്തുന്നതിന് മുന്നേ വരുന്ന എക്സ്പെൻസുകളാണ്. പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് കൺസൈനേഴ്സ് എക്സ്പെൻസ് ഈസ് ആഡഡ് വിത്ത് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ലോസ്റ്റ്. ഇതിൻ്റെ കൺസൈനേഴ്സിൻ്റെ എക്സ്പെൻസിനോട് കൂടെ വാല്യൂ ഓഫ് സ്റ്റോക്ക് ലോസ്റ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ കൺസൈനേഴ്സ് എക്സ്പെൻസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. കൺസൈനേഴ്സിൻ്റെ എക്സ്പെൻസിൽ ഇത് ഇൻക്ലൂഡഡ് അല്ല. നെക്സ്റ്റ് ലോസ് അറ്റ് കൺസൈനീസ് പ്ലേസ്. കൺസൈനീസ് പ്ലേസിലുണ്ടാകുന്ന ലോസാണ്. ദ വാല്യൂ ഓഫ് സച്ച് ലോസ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഡിസ്ട്രോയ്ഡ് ബൈ ആഡിങ് പ്രൊപ്പോർഷണൽ എക്സ്പെൻസ് ഓഫ് കൺസൈനർ ആൻഡ് പ്രൊപ്പോർഷണൽ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് കൺസൈനി വിത്ത് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ലോസ്റ്റ്. ഇത്തരം ലോസുകൾ ഗുഡ്സ് ഡിസ്ട്രോയ് ആവുന്ന സംഭവിച്ച്, അതായത് അറ്റ് ദ ടൈം ഓഫ് കൺസൈനീസ് പ്ലേസിൽ വെച്ച് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കൺസൈനേഴ്സിൻ്റെ എക്സ്പെൻസുകൾ പ്രൊപ്പോർഷനായിട്ട് ഇത് ആഡ് ചെയ്യുകയും കൂടാതെ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആയിട്ട് കൺസൈനി വാല്യൂ ഓഫ് സ്റ്റോക്ക് ലോസ് വന്ന് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പോർഷനാണിത്. ദ അബ്നോർമൽ ലോസ് ഈസ് ടു ബി ഡെബിറ്റഡ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു കൺസൈനീസ് അക്കൗണ്ട് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്തരം അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ബൈ ട്രാൻസ്ഫറിംഗ് P&L അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ചാനൽ എൻട്രീസ് ആണ്. വെൻ ദ ലോസ് ഈസ് ഇറക്കവറബിൾ, അബ്നോർമൽ ലോസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് റെക്കോർഡഡ്. ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഇറക്കവറബിൾ ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന സിറ്റുവേഷനിൽ രണ്ട് എൻട്രി വരുന്നുണ്ട്. നെക്സ്റ്റ് കേസ് വെൻ ദ ലോസ് ഈസ് ഇൻഷുർഡ് ആൻഡ് ഫുൾ എമൗണ്ട് ഈസ് റിക്കവറബിൾ, അബ്നോർമൽ ലോസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് റെക്കോർഡഡ്. ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് അപ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്, ലോസ് ട്രാൻസ്ഫർ ടു ഇൻഷുറൻസ് കമ്പനി. നെക്സ്റ്റ് വരുന്നതാണ് വെൻ ദ ലോസ് ഈസ് പാർഷ്യലി റിക്കവറബിൾ, അബ്നോർമൽ ലോസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് റെക്കോർഡഡ്. ഇൻഷുറൻസ് കമ്പനി ഓർ ബാങ്ക് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെപ്റ്റർ ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്, ലോസ് പാർഷ്യലി റിക്കവറബിൾ ആൻഡ് ബാലൻസ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പാർഷ്യലി റിക്കവർ ആവുകയും ബാലൻസ് പ്രോഫിറ്റ് ലോസുകളിൽ ട്രാൻസ്ഫർ ചെയ്യും വരുമ്പോൾ ചാനൽ എൻട്രിയാണിത്. ഇത്രയും ചാനൽ എൻട്രീസാണ് അബ്നോർമൽ ലോസുമായി റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇതുമായി പ്രോബ്ലം ചെയ്യാം. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് 2000 kg at ₹10 per kg. അതായത് 2000 kg കൺസൈൻമെൻറ്റ് പ്രകാരം ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. 1 kgക്ക് 10 per kg ആയിട്ടാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ കൺസൈനർ ഇൻക്ലൂഡ് ഫ്രൈറ്റ് 1000 ആൻഡ് ഇൻഷുറൻസ് 600. 400 kg were destroyed in transit due to an accident. അതായത് ഇതിന് കൺസൈനർക്ക് എക്സ്പെൻസ് ഇതുമായി റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഫ്രൈറ്റ് ഡ്യൂട്ടി 1000ഉം ഇൻഷുറൻസ് 600ഉം ആണ്. എന്നാൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ 400 kg ഡിസ്ട്രോയ് ആയി നശിച്ചു പോയിട്ടുണ്ട് ഒരു ആക്സിഡൻറ്റ് മുഖാന്തരം. എ ക്ലെയിം അഡ്മിറ്റഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി വോസ് 3000. ഇതിൻ്റെ ക്ലെയിം ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് 3000 ആണ്. ദ കൺസൈനി സോൾഡ് 1400 kg at the rate 40 per kg and incurred the following expenses: uploading 400 go down rent 1000 and selling expense 600. Past challenges relating to loss in transit and unsold consignment stock in the books of consignor. Selling expense 600 go down rent 1000, uploading expense 400 തുടങ്ങിയ എക്സ്പെൻസ് ഉൾപ്പെടെ ഒരു കിലോയ്ക്ക് 40 rupees വെച്ചിട്ട് 1400 kg ആണ് കൺസൈനി സെയിൽ ചെയ്തിരിക്കുന്നത്. നമ്മളോട് ഇതുമായി റിലേറ്റ് ചെയ്ത് അൺസോൾഡ് കൺസൈൻമെൻറ്റിൻ്റെ സ്റ്റോക്കിൻ്റെ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ. നമുക്ക് സോൾവ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ഓഫ് അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് കോസ്റ്റ് ഓഫ് 400 kg ലോസ് ഇൻ ട്രാൻസിറ്റ് ₹10 per kg വെച്ചിട്ട് 4000 ലോസ് സംഭവിച്ചിട്ടുണ്ട്. ആഡ് പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. 1600 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 400 ആണ്. അതായത് 1000 + 600 ആണ് എക്സ്പെൻസ് വന്നിട്ട് 400 ഒരു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 320 ആണ് വരുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ 4320 ആണ് എമൗണ്ട് ഓഫ് അബ്നോർമൽ ലോസ് സംഭവിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കാൽക്കുലേഷൻ വാല്യൂ ഓഫ് അൺഫോൾഡ് സ്റ്റോക്കാണ്. ആൻഡ് കോസ്റ്റ് 2000 per kg 10 per kg വെച്ചിട്ട് 20,000. ആഡ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് പ്രിയർ ടു ലോസ് ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് 1600 ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് 2000 kg 21,600 ആണ്. അതിൽ നിന്ന് ലെസ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കാൽക്കുലേറ്റഡ് അബവ് നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത അബ്നോർമൽ ലോസ് 4320 മൈനസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് റിമൈനിങ് 1600 kg അതായത് 2000 400 ലോസ് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 17,280 കിട്ടും. അതിനോട് കൂടെ നോൺ റെക്കറിംഗ് എക്സ്പെൻസുകളായിട്ടുള്ള ആഫ്റ്റർ ദി ലോസിന് ശേഷം സംഭവിക്കുന്ന നോൺ റെക്കറിംഗ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യുമ്പോൾ 400 ആണ്. അത് ആഡ് ബാക്ക് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് 1600 kg ആയിട്ട് നമുക്ക് കിട്ടുന്നത് 17,680 ആണ്.
ഇതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 17,680 ഡിവൈഡഡ് ബൈ 1,600 ഇൻറ്റു 20 ആണ് വരുന്നത്. ഇസ് ഈക്വൽ ടു 2,210 ആണ് അൺസോൾഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടുന്നത്. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ലോസ് ടു ബി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ആഫ്റ്റർ ക്ലെയിംസൊക്കെ ലെസ് ചെയ്തിട്ട്. അത് അബ്നോർമൽ ലോസ് നമുക്ക് കിട്ടി 4,320 ആണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ലെസ് ക്ലെയിം അഡ്മിറ്റഡ് 3,000 ആണ്. മൈനസ് ചെയ്യുമ്പോൾ ലോസ് ടു ബി ട്രാൻസ്ഫർ പി ആൻഡ് എൽ 1,320 ആണ് ലോസ് പി ആൻഡ് എല്ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു 4 ജേർണൽ എൻട്രീസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ അബ്നോർമൽ ലോസ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഗുഡ്സ് ലോസ് ഇൻ ട്രാൻസിറ്റിൻ്റെ ടൈമിൽ ഗുഡ്സ് ലോസ്റ്റ് ആയത് 4,320 ആണ്. അത് ചെയ്ത ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇൻഷുറൻസ് ക്ലെയിം അക്കൗണ്ട് അപ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട് 3,000 വരുന്നുണ്ട്. ഇൻഷുറൻസ് ക്ലെയിം ആക്സെപ്റ്റ് ഫോർ ലോസ് ഇൻ ട്രാൻസിറ്റ്. ഇൻഷുറൻസ് ക്ലെയിമായി ലഭിച്ചത് 3,000 ആണ്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. എക്സസ് ഓഫ് അബ്നോർമൽ ലോസ് ഓവർ അഡ്മിറ്റഡ് ക്ലെയിം ട്രാൻസ്ഫർ ചെയ്ത് 1,320 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ലോസ് സംഭവിച്ച് പ്രീ ആൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നെക്സ്റ്റ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നത് 2,210 ആണ് വരുന്നത്. അത് അൺസോൾഡ് പോർഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്. നെക്സ്റ്റ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ്. ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് ദ ഗുഡ്സ് ഓൺ കൺസൈൻമെൻറ്റ് അറ്റ് കോസ്റ്റ് പ്രൈസ് ദ കൺസൈനർ മേ സെൻഡ് ഇറ്റ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്. കൺസൈൻമെൻറ്റ് പ്രകാരം ഗുഡ്സ് കോസ്റ്റ് പ്രൈസിന് സെൻഡ് ചെയ്യുന്നതിന് പകരം ഒരു കൺസൈനർ ഹയർ പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസിനേക്കാൾ ഉയർന്ന വിലയ്ക്ക് കൺസൈൻമെൻറ്റ് പ്രകാരം ഗുഡ്സ് സെൻഡ് ചെയ്യാം. ഈ ഒരു പ്രൈസിന് ദിസ് പ്രൈസ് ഇസ് നോൺ ആസ് ഇൻവോയ്സ് പ്രൈസ് ഓർ സെല്ലിംഗ് പ്രൈസ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രൈസിനെയാണ് ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോട്ട് ടു കീപ് ദ പ്രോഫിറ്റ്സ് ഓൺ കൺസൈൻമെൻറ്റ് ആസ് സീക്രട്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് കൺസൈൻമെൻറ്റ് പ്രകാരം ലഭിക്കുന്ന പ്രോഫിറ്റ് സീക്രട്ടായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ദസ് ദ കൺസൈനി കുഡ് നോട്ട് നോ ദ ആക്ച്വൽ പ്രോഫിറ്റ് മെയ്ഡ് ഓൺ കൺസൈൻമെൻറ്റ്. അതുകൊണ്ട് തന്നെ കൺസൈനിക്ക് ഈ ഒരു കൺസൈൻമെൻറ്റ് പ്രകാരം ഒരു കൺസൈനർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അതായത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ആക്ച്വൽ പ്രോഫിറ്റ് എത്രത്തോളം എന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഹാവ് ടു ബി പാസ്ഡ് നോട്ട് ടു എലിമിനേറ്റ് ദ എഫക്റ്റ് ഓഫ് എക്സസ് പ്രൈസ് ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കൺസൈൻമെൻറ്റ്. താഴെ പറയുന്ന എൻട്രീസ് ആണ് ഇത്തരത്തിലുള്ള പ്രൈസിൻ്റെ ആക്ച്വൽ എഫക്റ്റിനെ അല്ലെങ്കിൽ എക്സസ് കൂടുതലായി വരുന്ന പ്രൈസിൻ്റെ വാല്യൂ അറിയാതിരിക്കുന്നതിനും കറക്റ്റ് പ്രോഫിറ്റ് കൺസൈൻമെൻറ്റ് പ്രകാരം അല്ലെങ്കിൽ ലോസ് എത്രത്തോളം ലഭിക്കുന്നുണ്ടെന്ന് അറിയാനും പാസ് ചെയ്യുന്ന ജേർണൽ എൻട്രീസ്. ദ എൻട്രീസ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ദി കൺസൈനർ ഓൺലി. ഈ എൻട്രീസ് കൺസൈനർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് എൻട്രി നോക്കാം. ടു റിമൂവ് എക്സസ് പ്രൈസ് ഇൻ ദ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ വരുന്ന എക്സസ് പ്രൈസ് റിമൂവ് ചെയ്യാൻ വരുന്ന എൻട്രിയാണ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. നരേഷൻ വരുന്നത് എക്സസ് വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ബ്രോട്ട് ഡൗൺ ടു കോസ്റ്റ് പ്രൈസ്. നെക്സ്റ്റ് എൻട്രിയാണ് ടു റിമൂവ് ദ എക്സസ് പ്രൈസ് ഇൻ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റിലെ എക്സസ് പ്രൈസ് റിമൂവ് ചെയ്യുന്നതിന് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻവോയ്സ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രിയാണിത്. നെക്സ്റ്റ് ടു റിമൂവ് ദ എക്സസ് പ്രൈസ് ഇൻ ഗുഡ്സ് റിട്ടേൺ. ഗുഡ്സ് റിട്ടേണിൽ വരുന്ന എക്സസ് പ്രൈസ് റിമൂവ് ചെയ്യുന്ന എൻട്രിയാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. വാല്യൂ ഓഫ് ഗുഡ്സ് ബ്രോട്ട് ഡൗൺ ടു കോസ്റ്റ് പ്രൈസ്, അതായത് ഗുഡ്സിൻ്റെ വാല്യൂ കോസ്റ്റ് പ്രൈസിലേക്ക് കൊണ്ടുവരുന്ന എൻട്രിയാണിത്. നെക്സ്റ്റ് ടു റിമൂവ് ദ എക്സസ് പ്രൈസ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിലെ എക്സസ് പ്രൈസ് റിമൂവ് ചെയ്യുന്ന എൻട്രിയാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ് ടു കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. ദാറ്റ് മീൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എക്സസ് വാല്യൂ ഓഫ് സ്റ്റോക്ക്. ഇത്രയും എൻട്രീസാണ് ഈ ഒരു ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ വരുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലം നോക്കാം. ആനന്ദ് കൺസൈൻ 50 മിനി ടോയ് കാർസ് ടു സ്വരൂപ് ടു ബി സോൾഡ് അറ്റ് സ്വരൂപ്സ് റിസ്ക്. സ്വരൂപ് എന്നൊരു ഏജൻറ്റിനെ അല്ലെങ്കിൽ കൺസൈനിയുടെ പ്രകാരം 50 മിനി ടോയ് കാർസ് കൺസൈൻമെൻറ്റ് പ്രകാരം ആനന്ദ് സെയിലിന് കൊടുത്തു. ദ കോസ്റ്റ് ഓഫ് 1 മിനി ടോയ് കാർ വാസ് 1,200. ഒരു മിനി ടോയ് കാറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,200 ആണ്. ബട്ട് ദ ഇൻവോയ്സ് പ്രൈസ് വാസ് 1,600. പക്ഷേ ഇൻവോയ്സ് പ്രൈസ് 1,600 ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആനന്ദ് പെയ്ഡ് ഫ്ലൈറ്റ് ഡ്യൂട്ടി 2,000 ആൻഡ് ഇൻഷുറൻസ്, അതായത് ഫ്ലൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ആയിട്ട് 2,000 കോസ്റ്റ് വന്നിട്ടുണ്ട്. സ്വരൂപ് റിസീവ്ഡ് കൺസൈൻമെൻറ്റ് ആൻഡ് ആക്സെപ്റ്റഡ് 3 months ഡ്രാഫ്റ്റ് ഡ്രോൺ അപ്പ് ഹിം ആനന്ദ് ഫോർ 40,000. കൺസൈൻമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്ത പ്രകാരം തന്നെ 3 month ഒരു ബില്ല് ഡ്രോൺ ചെയ്തിട്ടുണ്ട് ആനന്ദ് 40,000. സ്വരൂപ് ഡിസ്പോസ്ഡ് ഓഫ് 40 ടോയ് കാർ അറ്റ് 1,640 ഈച്ച്. എന്നാൽ സ്വരൂപ് ഓരോ ടോയ് കാറും ഡിസ്പോസ് ചെയ്തത് അല്ലെങ്കിൽ സെയിൽ ചെയ്തത് 1,640 ആണ്. ദ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ സ്വരൂപ് വർ ഗോ ഡൗൺ റെൻറ്റ് 1,050 ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് 250. ഇവിടെ സ്വരൂപിന് വന്ന എക്സ്പെൻസുകൾ ഇൻകേർഡ് ചെയ്തിരിക്കുന്നത്
1050 ഗോ ഡൗൺ റെൻറ്റും അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് 250 വന്നിട്ടുണ്ട്. സുരഭി ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ കമ്മീഷൻ അറ്റ് 5% ഓൺ സെയിൽസ് ഇൻക്ലൂഡിംഗ് ഡിലക്ടറി കമ്മീഷൻ ഓഫ് 1%. ഡിലക്ടറി കമ്മീഷൻ പ്രകാരമാണ് 5% സെയിൽസിന് കമ്മീഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് സ്വരൂപിന്. സെയിൽ ചെയ്ത പ്രൈസിൻ്റെ മുകളിൽ 5% ആണ് കമ്മീഷൻ. പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ആനന്ദ്. ആനന്ദിൻ്റെ അതായത് കൺസൈനർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺസൈൻമെൻറ്റ് ടു സ്വരൂപ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എൻട്രി പ്രകാരം ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ടു ഗുഡ്സ് ഓൺ സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പറഞ്ഞ 80,000 ആണ് ഇവിടെ വരുന്നത്. അതായത് 50 മിനി ടോയ് കാർസ് ഇൻവോയ്സ് പ്രൈസ് ആയിട്ടുള്ള 1,600 റുപ്പീസ് പെർ ഈച്ച് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 1600 ഇൻറ്റു 50 ചെയ്യുമ്പോൾ 80,000 പ്രകാരമാണ് കൺസൈൻമെൻറ്റ് പ്രകാരം ഗുഡ്സ് സെൻഡ് ചെയ്തിരിക്കുന്നത്. ടു ബാങ്ക് അക്കൗണ്ട് ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ഡ്യൂട്ടീസ് ടോട്ടൽ വരുന്നുണ്ട് 2,000. ടു സ്വരൂപ്സ് അക്കൗണ്ട് എക്സ്പെൻസ് വന്നിട്ടുണ്ട് 1,300. സ്വരൂപ്സ് അക്കൗണ്ടിൽ കമ്മീഷൻ പെയ്ഡ് ചെയ്യുന്നുണ്ട് സെയിൽസിൻ്റെ മേലിൽ 5% കമ്മീഷൻ 3,280 ആണ് വരുന്നത്. നെക്സ്റ്റ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് റിസർവ് ചെയ്തേക്കുന്നത് 4,000 ആണ്. നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റ് സൈഡിൽ ടു സ്വരൂപ്സ് അക്കൗണ്ട് സെയിൽ പ്രൊസീഡ്സ് പ്രകാരം ലഭിച്ചത് 65,600 ആണ് ആഫ്റ്റർ കമ്മീഷനൊക്കെ പെയ്ഡ് ചെയ്ത എക്സ്പെൻസുകൾ പെയ്ഡ് ചെയ്ത ശേഷം. ബൈ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ലോഡിംഗ് ചാർജസ് 20,000 വരുന്നുണ്ട്. ബൈ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട്സ് 16,000. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതാണ് 11,020. ഇത്തരത്തിലാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് കൺസൈനറുടെ അക്കൗണ്ട് വരുന്നത്. നെക്സ്റ്റ് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരുന്നുണ്ട്. ഡെബിറ്റ് സൈഡിൽ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എക്സസ് ഓഫ് ഇൻവോയ്സ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്താണ് 20,000. നെക്സ്റ്റ് ബൈ ക്രെഡിറ്റ് സൈഡിൽ ബൈ കൺസൈൻമെൻറ്റ്സ് അക്കൗണ്ട് ഇൻവോയ്സ് വാല്യൂ 80,000 വരുന്നുണ്ട്. ഇതിൻ്റെ ഓവർ കോസ്റ്റ് വരുന്നത് 80,000 ഇൻറ്റു 1,600 ഡിവൈഡഡ് ബൈ 1,200 ആണ്. അതായത് പ്രൈസുകൾ ഇൻവോയ്സ് പ്രൈസും പോസ്റ്റ് പ്രൈസും തമ്മിൽ ചെയ്യുമ്പോൾ വരുന്ന ഓവർ കോസ്റ്റാണ് 60,000. ഇത് ബാലൻസ് വരും ടു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് 80,000. നെക്സ്റ്റ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ടാണ്. ഡെബിറ്റ് സൈഡിൽ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് 16,000 കൂടാതെ ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് ക്യാരി ഡൗൺ 16,000 തന്നെ വരും. അത് ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് സ്റ്റോക്ക്. നെക്സ്റ്റ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ബാലൻസ് 4,000 ക്യാരിഡ് ആൻഡ് ബ്രോ ഡൗൺ ചെയ്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് ബിൽസ് റിസീവ്സ് അക്കൗണ്ട് വരുന്നത് 40,000 ആണ്. അതും ഇതുപോലെ ബാലൻസ് ചെയ്ത് സ്വരൂപ്സിൻ്റെ അക്കൗണ്ടിലും ബാങ്ക് അക്കൗണ്ടിലും പോകും. നെക്സ്റ്റ് സ്വരൂപ്സ് അക്കൗണ്ടിൽ വരുന്നതാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് കഴിഞ്ഞ ശേഷം വരുന്നതാണ്. ആൻഡ് ടു കൺസൈൻമെൻറ്റ്സ് അക്കൗണ്ട് സെയിൽസ് പ്രൊസീഡ്സ് 65,600 വരുന്നുണ്ട് സെയിൽസ് പ്രൊസീഡ് പ്രകാരം ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് കമ്മീഷൻസ് ഒക്കെ ഡിഡക്ട് ചെയ്ത ശേഷം. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബിൽസ് റിസീവബിൾ 40,000 ആണ്. ബൈ കൺസൈൻമെൻറ്റ്സ് അക്കൗണ്ട് എക്സ്പെൻസ് വരുന്നത് 1,300. നെക്സ്റ്റ് കൺസൈൻമെൻറ്റ്സ് അക്കൗണ്ട് കമ്മീഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് കൺസൈനി 3,280 ആണ്. 5% ഓൺ സെയിലിംഗ് പ്രൈസ്. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുമ്പോൾ 21,020 ആണ് സ്വരൂപ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് വരുന്നത്. ഇങ്ങനെയാണ് കൺസൈനീസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.